ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പച്ചമുളകൊക്കെ ധാരാളം വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ. സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇതിൻ്റെ തണ്ടൊക്കെ ഞെടുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ വെച്ചിരുന്നാലും പെട്ടെന്ന് ഇത് വാടി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വാടി പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. ഫസ്റ്റിൽ നമ്മൾ മുളകെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഇതുപോലെ കുറച്ച് കയ്യിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ ഈ ഓരോ മുളകിലും ഇതേപോലെ ഒന്ന് മുളകിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ തേച്ച് എല്ലാ മുളകിലും ഇതുപോലൊക്കെ നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊക്കെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക. കണ്ടെയ്നർ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഈ ഒരു മുളക്, ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഇതിൻ്റെ പുറത്ത് പുരട്ടുന്നത് കാരണം ഒരു കാരണവശാലും ഈ ഒരു മുളക് പാടിപ്പോവോ അല്ലെങ്കിൽ കേടായി പോവോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ പഴുത്ത് പോകത്തുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ബാലൻസ് വരുന്നത് ചിലപ്പോൾ ആരെങ്കിലും കുറവാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ ചപ്പാത്തി ബാലൻസ് വരാറുണ്ടല്ലേ. അത് നല്ല ഫ്രഷായിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റിൽ നമ്മൾ ആവശ്യത്തിനുള്ള ചപ്പാത്തി നമ്മൾ ഇതേപോലൊക്കെ ചുട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ചപ്പാത്തി നമുക്ക് പിറ്റേ ദിവസം നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതുവരെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെയൊക്കെ നീളത്തിലൊരു ഇഞ്ചിയുടെ പീസ് എടുത്തിട്ട് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്ക് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചപ്പാത്തി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബാലൻസ് ഉള്ള ചപ്പാത്തി എടുത്താൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പലർക്കും എന്തെല്ലാം നല്ല പ്രോട്ടീനുള്ള ഫുഡൊക്കെ കഴിച്ചാലും കുഞ്ഞുങ്ങളാണെങ്കിലും കുറച്ച് മുതിർന്നവരാണെങ്കിലും ഒട്ടും വണ്ണം വെക്കില്ല, മെലിഞ്ഞിരിക്കുമില്ലേ. അപ്പോൾ അവർക്കെല്ലാം വണ്ണം വെക്കാൻ വലിയ ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് പല ഫുഡും നമ്മൾ വാരി വലിച്ച് കഴിക്കാറുണ്ട്. അതേസമയം നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ മതി. നിങ്ങൾക്ക് ആഴ്ചയിൽ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ വെച്ച് നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും. കാരണം 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണിത്. കാരണം എൻ്റെ മോൻ ഒത്തിരി മെലിഞ്ഞാണ് ഇരുന്നത്. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം അവന് നല്ല പോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 6 പിസ്തയും ഒരു 5 ബദാം പരിപ്പും 2 ഈന്തപ്പഴം. ഫസ്റ്റിൽ നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് ഈ ഒരു മിക്സർ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ 2 പഴമാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. വളരെ പ്രോട്ടീൻ ഹൈ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും. പിന്നെ ഡയബറ്റിക്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരം ചിലപ്പോൾ പ്രശ്നമായിരിക്കാം. അവർക്ക് വേണമെങ്കിൽ അത് കുറച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 ഈന്തപ്പഴത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഈന്തപ്പഴം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് ഒട്ടും മധുരം പഞ്ചസാര ചേർക്കുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കൊക്കെ ഇല്ലേ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഇതൊരു ഗ്ലാസ് നിങ്ങൾ കൊടുത്ത് സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഉച്ചവരെ വിശക്കത്തുമില്ല. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും, വണ്ണം വെക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൂടെ ഒഴിച്ച് അരയാനും മാത്രമുള്ള പാല് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല് വേണമെങ്കിലും തണുപ്പിഷ്ടമുള്ളവർക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാലൂടെ പിന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിന്ന് മിക്സിയിൽ അരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഹോർലിക്സ് അതുപോലെ ബൂസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നിങ്ങൾക്ക് 2 പാക്കറ്റ് 5 രൂപയുടെയൊക്കെ പാക്കറ്റ് കിട്ടും. 2 പാക്കറ്റ് കൂടെ ചേർത്ത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. 1 മാസം കൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല തടി വെക്കും. ഒരു 4-5 കിലോ വെയിറ്റെങ്കിലും കൂടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാലൂടെ പിന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിന്ന് മിക്സിയിൽ അരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഹോർലിക്സ് അതുപോലെ ബൂസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നിങ്ങൾക്ക് 2 പാക്കറ്റ് 5 രൂപയുടെയൊക്കെ പാക്കറ്റ് കിട്ടും. 2 പാക്കറ്റ് കൂടെ ചേർത്ത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. 1 മാസം കൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല തടി വെക്കും. ഒരു 4-5 കിലോ വെയിറ്റെങ്കിലും കൂടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് ചിലവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാനുള്ള ഒരു ടിപ്പാണ്. നമുക്ക് പുട്ടൊക്കെയാണ് രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ പുട്ട് അതുപോലൊക്കെ തന്നെ ദോശ ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ എത്ര മുട്ട പുഴുങ്ങാനുണ്ടോ അതുകൂടെ നമ്മളിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടതിന് ശേഷം നമ്മൾ പുട്ടോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മളിത് ഇഡ്ഡലിയും പുട്ടും ഒക്കെ വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ മുട്ടയും വെന്ത് വരും. അപ്പോൾ അത്രയും നമുക്ക് ഗ്യാസ് ലാഭിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പിസ്തയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പിസ്ത എല്ലാവർക്കും കഴിക്കാവോ എന്നുള്ള ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ചും പ്രമേഹം അഥവാ ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇതേപോലെ പിസ്ത കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇതിനകത്ത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ബ്ലഡ് ഷുഗർ കുറയ്ക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പിസ്ത നല്ലതാണ്. പ്രമേഹ രോഗികൾ പിസ്ത ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പിസ്തയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനം മെച്ചപ്പെടുത്താൻ വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് കുടലിൻ്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആരോഗ്യകരമായ കൊഴുപ്പാണ് ഈ പിസ്തയിലുള്ളത്. അത് കാരണം കൊളസ്ട്രോളും BP കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ ഉപ്പ് രസം ഇതിൻ്റെ ഒരു തോടിനുള്ളത് കാരണം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തെ തൊലിയാണെങ്കിൽ നമുക്ക് BP ഉള്ളവർക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ട് വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ വണ്ണം കുറയ്ക്കാനും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കാരണം പിസ്ത കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാതെ കാരണം നമ്മുടെ വണ്ണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. പ്രതിരോധ ശക്തി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും പിസ്ത സഹായിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പിസ്ത കഴിക്കാവുന്നതാണ്. BP, ഷുഗർ, കൊളസ്ട്രോള്, അമിതവണ്ണം ഇതെല്ലാം കുറയ്ക്കാനും ഈ ഒരു പിസ്ത സഹായിക്കും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പിസ്ത കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും കഴിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ മുട്ട നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യബദ്ധം പറ്റാറുണ്ട്. ഇല്ലേ, ബൈ മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മുട്ട താഴെ വീണ് പോകാറുണ്ട്. പിന്നെ അവിടെ എല്ലാം അങ്ങ് സ്പ്രെഡ് ആവുക ആ മുട്ടയുടെ ഇത്. പിന്നെ നമുക്കത് എങ്ങനെ എടുക്കണം, ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ മുട്ടയുടെ തോടെല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ഇതുപോലെ മുട്ട വീണിടത്തൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളെ ഞാനിതൊന്ന് കാണിക്കുക ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പം നമുക്കിനി ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഉപ്പിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലൊരു വേസ്റ്റ് കോരുന്ന ഒരു കോരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് തുണിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള ന്യൂസ് പേപ്പറോ വെച്ചിട്ട് ഇതേപോലൊക്കെ നിങ്ങൾക്കൊന്ന് എടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഒന്നിച്ചിഞ്ഞ് പോരും ആ ഉപ്പിനോട് ഒപ്പം തന്നെ. കണ്ടില്ലേ, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കോരി എടുക്കാവുന്നതാണ്. കണ്ടില്ലേ. കണ്ടില്ലേ ഇവിടെ ക്ലീൻ ആയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതിന് ശേഷം വേറൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ടും ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പം മുട്ട താഴെ വീണ് പൊട്ടുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ അതിന് ശേഷം ഒരു തുണി എടുത്തുകൊണ്ട് വന്നൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഒരു മുട്ട നമ്മുടെ താഴെ വീണ് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഉളുമ്പ് നാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഉളുമ്പ് നാറ്റം കൂടി നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ചെണ്ടുമല്ലി അഥവാ ബന്ദി എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ നാട്ടിലെ ബന്ദി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൂ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരു പൂ കൊണ്ട് നമുക്ക് താരൻ മാറ്റാനുള്ള ഒരു ടിപ്പാണ്. ഇന്ന് പ്രായവ്യത്യാസം ഇല്ലാതെ നിരവധി ആളുകളിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു താരൻ എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മൾ പല റെമഡീസും താരന് വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ താരൻ വരും. അതുപോലെ താരൻ മൂലം നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് അത് മുടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക്
നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. സാധാരണ നമ്മൾ ചെണ്ടുമല്ലി പൂക്കൾ മുടിക്ക് വളരെ ഗുണം ചെയ്യുമെന്നാണ് ഇപ്പം വിദഗ്ധന്മാരെല്ലാം പറയുന്നത്. ഇത് നമ്മുടെ മുടിയിൽ പുരട്ടുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് ആരോഗ്യം ഉണ്ടാകാനും മുടിയുടെ താരൻ പോകാനും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്നൊന്ന് പറയാം. അതിനായിട്ട് നമ്മൾ സാധാരണ ഏത് എണ്ണയാണോ തലയിൽ നമ്മളിപ്പോൾ തേക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ നമ്മൾ എടുത്തതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണയിൽ നമ്മളിതിൻ്റെ എതലൊന്ന് അടർത്തിയെടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള നമ്മളിപ്പോൾ ഇന്ന് എത്ര എണ്ണയാണോ തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നമ്മളതിന് കുറച്ച് എതൽ ഇതുപോലെ അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ തേക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇത് കലർത്തിയൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കയ്യോന്നി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതാണ് തേക്കുന്നത്. ഇത് ഞാൻ തന്നെ സെയിൽ ചെയ്യുന്ന എണ്ണയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിവിടെ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ഇത്രയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും എടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ പൂവൊന്ന് ഇതിലേക്കൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ചൂട്ടിലും അതുപോലെ മുടിയിലും എല്ലാം നല്ല പോലെയൊക്കെ നമ്മളൊന്ന് ചെറു ചൂടോടുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളൊന്ന് കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ താരൻ മാറാനും അതേപോലെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു എണ്ണ ചെറിയ ചൂടോടാകുമ്പോൾ നമുക്ക് താരൻ പോകാനും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും അതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഈ ഒരു പൂ വെച്ചിട്ട് അടുത്ത ഒരു ടിപ്പൂടെ ഞാൻ കാണിക്കുക. അതും നമുക്ക് പൂർണ്ണമായിട്ടും താരൻ കളയാനുള്ള ഒരു ടിപ്പാണ്. അടുത്തായിട്ട് മുടിയിൽ താരൻ പോകാനും അതുപോലെ മുടി തഴച്ച് വളരാനുമായിട്ട് ഉള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഏതെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇത് മുടി നല്ലപോലെ തഴച്ച് വളരും. അതുപോലെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ ഈ ഒരു പൂവ് നമ്മൾ അമ്പലങ്ങളിലും അതുപോലെ പാലുകാച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പൂമാലയായിട്ടൊക്കെ കിട്ടുന്നതും ഗാർഡനിലൊരു ഭംഗിക്കൊക്കെയാണ് നമ്മൾ ഇതുവരെ സാധാരണ ഈ ഒരു പൂവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്കിനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ എസൻസ് എല്ലാം ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ആറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയറിലെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഹെയറിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തലയൊട്ടിയിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓരോ സ്കാൾപ്പിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ താരണമെല്ലാം നമ്മുടെ മുടിയിലെ പോകത്തുള്ളൂ. അതുപോലെ നമ്മുടെ മുടിയുടെ വേരിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നമുക്ക് കിളിക്കാനും മുടിയുടെ വേരിനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവാനും എല്ലാം ഈ ഒരു സ്പ്രേ ചെയ്താൽ മതി, ഈ ഒരു വെള്ളം വെച്ചിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ആഴ്ചയിൽ നിങ്ങൾ ഇത് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്.